രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എന്തുകൊണ്ടില്ല എന്നുള്ള ചോദ്യം സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. ഭരണപക്ഷമടക്കം ഇടതുപക്ഷമടക്കം കോൺഗ്രസിനോട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. ആ നടപടി മെല്ലെ ഉണ്ടാകും, വരും പോലെ സമയം പോലെ ഉണ്ടാകും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഇന്നും ആ നിലപാട് ആവർത്തിക്കുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. രാഹുലിനെതിരെ ഉചിതമായ നടപടി എടുക്കും, നടപടിക്ക് ഹൈക്കമാൻഡിന്റെ അനുമതി കിട്ടണം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അതായത് നടപടി വൈകും എന്നുള്ളത് തന്നെയാണ് ആ പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് കുറച്ചുകൂടി സമയം വേണ്ടിവരും. ആ നടപടിയിലേക്ക് എത്താൻ നേതൃത്വം കുറച്ചും കൂടി ആലോചിക്കുന്നു, കുറച്ചും കൂടി സമയമെടുക്കുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആ നിലപാട് കഴിഞ്ഞ ദിവസം സ്വീകരിച്ച എല്ലാ നേതാക്കളും, കോൺഗ്രസിലെ മിക്ക നേതാക്കളും, ഇന്നിപ്പോൾ പറയപ്പെടുന്ന എല്ലാത്തരം നേതാക്കളും, രമേശ് ചെന്നിത്തലയാകട്ടെ, സണ്ണി ജോസഫ് ആകട്ടെ, അതോടൊപ്പം മറ്റ് നേതാക്കളാകട്ടെ, പ്രതിപക്ഷ നേതാവാകട്ടെ, ഒക്കെ തന്നെ ആ നിലപാടിൽ തന്നെ നിൽക്കുന്നു. ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവർത്തിച്ച് പറയുന്നു രാഹുലിനെതിരെ ഉചിതമായ നടപടിയെടുക്കും, അതിന് സമയം പോലെ നടപടിയെടുക്കുമെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിന് ഹൈക്കമാൻഡിന്റെ അനുമതി കൂടി കിട്ടിയാൽ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. എപ്പോൾ ഹൈക്കമാൻഡിന്റെ അനുമതി ലഭിക്കുമെന്നുള്ളതൊരു അത്തരത്തിലൊരു ചോദ്യമില്ല. എന്തായാലും അനുമതി ലഭിക്കുമ്പോൾ അപ്പോൾ തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടർ നടപടി ഉണ്ടാവുക എന്ന് വ്യക്തമാക്കുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്.